ജമ്മു കാശ്മീരിലെ ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാൻ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിടുന്നതായി രഹസ്യ അന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. കേന്ദ്രഭരണ പ്രദേശത്തേക്ക് സ്വർണം കടത്തിക്കൊണ്ടും ജമ്മു കാശ്മീരിൽ ആസൂത്രിത ആക്രമണങ്ങൾക്കായി ആന്റി പേഴ്സണൽ മൈനുകൾ കൊണ്ടുനടന്നുമാണ് ഭീകരാക്രമണം നടത്തുന്നത്. റിപ്പബ്ലിക്കിന് ലഭിച്ച ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഉൾപ്രദേശങ്ങളിലെ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് വഴിയുള്ള പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി അന്താരാഷ്ട്ര അതിർത്തിയിൽ ഡ്രോൺ ഡ്രോപ്പുകൾ വഴി സ്വർണം എത്തിക്കാൻ ജെയ്ഷെ പദ്ധതിയിടുന്നു. ജമ്മു കാശ്മീരിലെ ഭീകര ശൃംഖലകളെ നിലനിർത്തുന്നതിനുള്ള രഹസ്യ ധനസഹായ സംവിധാനമായി സ്വർണ്ണക്കടത്ത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും സംശയിക്കുന്നു. മയക്കുമരുന്ന് കടത്തിന് ഉപയോഗിക്കുന്ന വഴികളിൽ സൈന്യം കർശനമായ നിരീക്ഷണം നടത്തുന്നതിനാൽ തീവ്രവാദ ഗ്രൂപ്പുകൾ പറയുന്നതനുസരിച്ച് ഇത് താരതമ്യേന സുരക്ഷിതമായ മാർഗമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നുഴഞ്ഞുകയറ്റ സംഘം ഗ്രനേഡുകൾ, ആയുധങ്ങൾ, ആന്റി പേഴ്സണൽ മൈനുകൾ എന്നിവ ഉപയോഗിച്ച് വൻതോതിൽ ആയുധധാരികളായിരിക്കുമെന്നും ദോഡ കിഡ്സ്വാർ റംബാൻ ബെൽറ്റിലേക്ക് നീങ്ങാൻ പദ്ധതിയിടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉൾപ്രദേശങ്ങളിലെ ഓവർഗ്രൗണ്ട് വർക്കർമാർക്ക് ചരക്കുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര അതിർത്തി സെക്ടറിൽ ഡ്രോൺ ഇടൽ പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ടെന്നും വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. സാംബ സെക്ടറിന് പുറമെ അർണിയ സെക്ടറിലും നവോരേഷ, പൂഞ്ച്, കുപ്വാര സെക്ടറുകളിലും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഭീകരാക്രമണ പദ്ധതി പരാജയപ്പെടുത്തി പാക് ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള 4 പേരെ UP ATS അറസ്റ്റ് ചെയ്തിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലയുമായി ബന്ധമുള്ള 4 പേരെയാണ് ഉത്തർപ്രദേശ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. മീററ്റിലെ അഗവാൻപൂർ സ്വദേശി ഡെവിൾ എന്നറിയപ്പെടുന്ന സാഹിബ്, മീററ്റ് സ്വദേശി അർബാബ്, ഗൗതം ബുദ്ധ നഗർ സ്വദേശി റൌണക് എന്ന വികാസ്, പെഹ്ലാവത്, പാപ്ര പണ്ഡിറ്റ് എന്നറിയപ്പെടുന്ന ലോകേഷ് എന്നിവരാണ് പിടിയിലായത്. ദേശീയ സ്ഥാപനങ്ങൾ, റെയിൽവേ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരെ ലക്ഷ്യമിട്ടുള്ള വലിയൊരു ഗൂഢാലോചനയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതിലൂടെ തകർക്കാൻ കഴിഞ്ഞത്. ലക്നൌ റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ സിഗ്നലുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും തകർക്കാൻ പദ്ധതിയിടുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം, സിഗ്നൽ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള ഹാൻഡ്ലർമാരുമായി ഈ സംഘം ബന്ധപ്പെട്ടിരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. ഇവർ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്തുകയും ആ വിവരങ്ങൾ തങ്ങളുടെ ഹാൻഡ്ലർമാർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ തന്ത്രപ്രധാനമായ ഇടങ്ങൾ നിരീക്ഷണം നടത്തി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇവർ അയച്ചു കൊടുത്തിരുന്നു. ഇതിനായി ഗാസിയാബാദ്, അലിഗഡ്, ലക്നൌ തുടങ്ങിയ നഗരങ്ങളിൽ ഇവർ രഹസ്യ പരിശോധന നടത്തിയിരുന്നു. ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള തീവെപ്പ് സംഭവങ്ങൾ ഇവർ നേരത്തെ നടത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ വീഡിയോകൾ പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. 2026 ഏപ്രിൽ 2 ലക്നൌ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ സിഗ്നലുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നതായിരുന്നു പ്രതികളുടെ പദ്ധതി. എന്നാൽ കൃത്യസമയത്ത് ATS സംഘം സ്ഥലത്തെത്തി ഇവരെ പിടികൂടിയായിരുന്നു. പ്രതികളിൽ നിന്നും കത്തുന്ന ദ്രാവകമടങ്ങിയ ഒരു കാനിസ്റ്റർ, 7 സ്മാർട്ട് ഫോണുകൾ, 24 ലഘുലേഖകൾ, ആധാർ കാർഡുകൾ എന്നിവ അധികൃതർ പിടിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.